ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും പാക്കിംഗ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ റെഡ് വെൽവെറ്റ് ആണോ എന്ന്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞുതരാം. കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ലപോലെ കേക്കൊക്കെ തണുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. സമയം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് നല്ലോണം തണുത്ത ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നല്ലോണം തണുത്ത ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് ഫില്ലിംഗ് എല്ലാം കൊടുത്ത് ക്രം കോട്ട് ചെയ്ത ശേഷം 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഐസിങ്ങും ക്ലീനിങ്ങും ഒരുപോലെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പാത്രങ്ങളെല്ലാം ഒരുപാട് കാണും കഴുകാനായിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതെടുത്ത് രണ്ടാമത് ഐസിങ് ചെയ്യാൻ തുടങ്ങും. ഓർഡർ വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഈ മോഡൽ ചെയ്താൽ മതി എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ മോഡൽ ചെയ്തു. പക്ഷേ അത് ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡിസൈനാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ താല്പര്യമാണല്ലോ നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഡിസൈൻ തന്നെ ചെയ്തു. അപ്പോൾ ഫൈനൽ ഐസിങ് കഴിഞ്ഞ ശേഷം 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാനുണ്ടായിരുന്നതുകൊണ്ട് 1 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്ത ശേഷം പിന്നെ എടുത്തിട്ട് അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അത് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് ചുറ്റുമായിട്ടാണ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ രണ്ടാമത്തെ തവണയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ കേക്ക് വാങ്ങുന്നത്. ഫസ്റ്റ് വാങ്ങിയതും റെഡ് വെൽവെറ്റ് ആയിരുന്നു. അത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അത് തന്നെ മതി എന്ന് പറഞ്ഞത്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ചോക്ലേറ്റ് ഒഴിച്ചൊരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ആവാനുള്ള സമയം കൊടുത്ത ശേഷമാണ് പിന്നെ എടുത്ത് വെച്ച് ഫ്ലവർ ചെയ്യുന്നത്. ഒരു 4 ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടന്റിലാണ് പേര് എഴുതിയിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച ശേഷം ടൈം ആയപ്പോഴത്തേക്ക് എടുത്ത് പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്യും. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ബോക്സിലാക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ കേക്ക് ഒന്നും കൂടി ഒന്ന് നോക്കും. കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കിയ ശേഷമായിരിക്കും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കും അതുപോലെ എല്ലാം നോക്കിയ ശേഷം പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.